ഇന്ന് മാർച്ച് 22 ലോക ജലദിനം. മനുഷ്യന്റെ ജീവൻ നിലനിർത്തുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമാണ് ജലം. അതിശക്തമായൊരു ചൂടിനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇങ്ങനെയൊരു ജലദിനം ആചരിക്കേണ്ടി വരുന്നത്. ഒരു ഭാഗത്ത് രൂക്ഷമായ ജലക്ഷാമമുണ്ട്, മറുഭാഗത്ത് ജലമലിനീകരണം ഒരേപോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ രാജ്യങ്ങൾ തമ്മിൽ ജലം പങ്കിടുന്നതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ഫലസ്തീനികൾക്ക് മഴവെള്ളം സംഭരിച്ചു വെക്കാനുള്ള അവകാശം പോലും നിഷേധിച്ച ഇസ്രായേലിൻ്റെ ക്രൂരതകൾ വാർത്തകളിൽ നമ്മൾ വായിച്ചു. ചുരുക്കി പറഞ്ഞാൽ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ വലിയ അളവിൽ നമുക്ക് മുമ്പിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശാസ്ത്രം പോലും തുറന്നു പറഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ശുദ്ധജലത്തിൻ്റെ ലഭ്യത വളരെ പ്രധാനമായ ഒരു കാലത്താണ്. ഇനിയൊരു ലോകയുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ജലത്തിന് വേണ്ടിയായിരിക്കുമെന്ന് വളരെ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് പോലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയാണ് ഇങ്ങനെ യുദ്ധം ചെയ്ത് നേടിയെടുക്കാൻ മാത്രം ശുദ്ധജലമുള്ളത് എന്നൊരു അന്വേഷണം കൂടെ അതിൻ്റെ ഭാഗമായി ഉയർത്തേണ്ടി വരും. മലയാളത്തിൻ്റെ എഴുത്തുകാരി സാറ ജോസഫിൻ്റെ ആദി എന്ന് പറയുന്ന നോവലിൽ ഒരു ജലഗ്രാമത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിൽ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്: പച്ചവെള്ളം പോലെ എന്നൊരു പ്രയോഗം പണ്ടുണ്ടായിരുന്നു, ഇന്ന് എല്ലായിടത്തും ജലം അമൂല്യമാണ് എന്ന് എഴുതി വച്ചിരിക്കുകയാണ്. വളരെ കൃത്യമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജലവിഭവത്തെക്കുറിച്ചുള്ള ആധികളാണ് ആ നോവലിൽ മുഴുവൻ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ തെരുവുകളിലൊക്കെ ആ രൂപത്തിൽ തന്നെയാണ് ഇന്ന് നിലനിൽക്കുന്നത്. പെരുവിരലൊന്ന് അമർത്തിയൂന്നിയാൽ ജലം ലഭിക്കും വിധം സമൃദ്ധമായിരുന്ന ഭൂമികളൊക്കെ കൊടും വരൾച്ചകളുടെ ഇടങ്ങളായി മാറിയത് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ അത്തരത്തിലുള്ള അതിരൂക്ഷമായ വരൾച്ചയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ മാറ്റം ആഗോളതലത്തിൽ, പ്രാദേശിക തലം മുതൽ ആഗോളതലം വരെ അത്ര കൃത്യമായി വ്യാപിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി പ്രകൃതി ദുരന്തങ്ങളെന്ന് നോക്കിയാൽ കേരളത്തിൽ നമ്മളത്ര സുരക്ഷിതരാണ് എന്ന് പറയുന്നവരാരും ഇനി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അത്രമേൽ പ്രകൃതി ദുരന്തങ്ങൾ തുടരെ തുടരെ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും കൊടുങ്കാറ്റും ഉഷ്ണതരംഗങ്ങളും കാട്ടുതീയും അതിശൈത്യവും വരൾച്ചയും ജലജന്യ രോഗങ്ങളുമെല്ലാം ജല സംബന്ധിയായിട്ടുള്ള ദുരന്തങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ ജലം അത്ര ലളിതമായൊരു നിർവചനത്തിൽ ഒതുക്കി നിർത്താവുന്ന ഒന്നല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം വളരെ കൃത്യമായിട്ടുള്ള ഒരു ജലപ്രതിസന്ധി കൂടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. തീരദേശങ്ങളിലെ വെള്ളപ്പൊക്കവും സമുദ്ര ജലനിരപ്പ് ഉയരലും മഞ്ഞുപാളികൾ ഉരുകിയൊലിക്കലുമെല്ലാം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട്. ഈ വർഷത്തെ ജലദിനത്തിൻ്റെ പ്രമേയം തന്നെ മഞ്ഞുപാളികളുടെ സംരക്ഷണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് മഞ്ഞുപാളികളുടെ സംരക്ഷണം എന്നുള്ളത് ആഗോളതലത്തിൽ തന്നെ ഇത്രയും വലിയ രൂപത്തിൽ ചർച്ചയാകേണ്ടി വരുന്നത്? ചൂടിൻ്റെ കാഠിന്യത്താൽ വേഗത്തിൽ മഞ്ഞുമലകൾ ഉരുകിയൊലിക്കുന്നുണ്ട് എന്ന് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. എന്താണ് ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകാൻ പോകുന്നത്? വെള്ളപ്പൊക്കവും സമുദ്രനിരപ്പ് ഉയരലും മണ്ണിടിച്ചിലും തുടങ്ങിയവ ഇതിൻ്റെ ഭാഗമായിട്ട് ലോകത്തുടനീളം സംഭവിക്കുന്നു. കോടിക്കണക്കിന് മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ആവാസ ഇടങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് പാരിസ്ഥിതികമായിട്ടുള്ള അഭയാർത്ഥികളായിട്ട് മാറുന്നു എന്നുള്ളത് കൂടെ ഇതിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ പറ്റും. ഇതുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കാൻ, സംഭവിച്ചു കഴിഞ്ഞ കാലാവസ്ഥാ വ്യതിയാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഭൂമിയെ ചുറ്റപ്പെട്ട് കിടക്കുന്ന വിശാലമായ വിഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഭൂഗർഭജലത്തെക്കുറിച്ച് കൂടെ നമുക്ക് പറയേണ്ടതുണ്ട്. ഭൂമിക്കടിയിലെ പാറകളിലെ ചെറിയ വിള്ളലുകളിൽ മണ്ണിൻ്റെ ചെറു കണികകൾക്കിടയിലും സംഭരിച്ചു വെച്ചിരിക്കുന്ന ഭൂഗർഭജലം ഭൗമോപരിതലത്തിലെ ആകെ ജലത്തിൻ്റെ 100 മടങ്ങിലധികം വരുമെന്നാണ് പറയപ്പെടുന്നത്. അത്രയധികം കരുതലോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഭൂഗർഭജലം എന്നതിൽ നമുക്കൊരു സംശയമില്ല. അമിതമായ ഭൂഗർഭജലത്തിൻ്റെ ഉപയോഗം നടക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 അവസാനിക്കാനിരിക്കെ എല്ലാവർക്കും ശുദ്ധജലം ഉറപ്പുവരുത്തുക എന്ന 6ാമത്തെ ലക്ഷ്യത്തിലേക്ക് ലോക രാജ്യങ്ങൾ ഇപ്പോഴും വളരെ അകലത്തിലാണുള്ളത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കടുത്ത വരൾച്ചയും ജലക്ഷാമവും അനുഭവിക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങൾ ജലക്ഷാമം രൂക്ഷമായി അനുഭവിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലെ മുൻനിരയിലേക്ക് എത്തിത്തുടങ്ങി. ആരാണ് ജലം സംരക്ഷിക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സുസ്ഥിര വികസനം എന്ന ആശയത്തിൻ്റെ നിർവചനത്തിൽ വരും തലമുറയുടെ
ജീവിതത്തെ കൂടെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക എന്നൊരു പ്രയോഗമുണ്ട്. എന്നാൽ നിലനിൽക്കുന്ന പുതിയ കാലത്തെ തലമുറയ്ക്ക് പോലും ജീവിക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ, പുതിയ കാലത്തെ തലമുറയ്ക്ക് പോലും വിഭവങ്ങൾ ലഭ്യമല്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ തുള്ളി ജലവും ജീവന്റെ തുടിപ്പുകളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനാകണം. മറ്റു വിഭവങ്ങളൊന്നും ജലത്തിന് പകരമാവില്ലെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകും. എങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഉപയോഗം, കരുതലോടെയുള്ള വളരെ കൃത്യമായ ഉപയോഗം ജലവിഭവത്തിന് മേൽ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. പരിസ്ഥിതി സംരക്ഷണം മുൻകാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും സജീവമായി നിലനിൽക്കേണ്ട ഒരു കാലം കൂടെയാണ് പുതിയ കാലഘട്ടം. ജലവിഭവങ്ങളും മണ്ണും അന്തരീക്ഷവുമൊക്കെ വലിയ രൂപത്തിൽ മലിനമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഏറ്റവും കൃത്യമായ, ഏറ്റവും കരുതലോടെയുള്ള, ഏറ്റവും ജാഗ്രതയോടെയുള്ള അന്വേഷണങ്ങൾ, പഠനങ്ങൾ, ഗവേഷണങ്ങൾ ഈ വിഷയത്തിൽ നടക്കേണ്ടതുണ്ട്. പ്രായോഗികമായിട്ടുള്ള പരിശീലനങ്ങൾ നടക്കേണ്ടതുണ്ട്. അത്തരം നിർജീവമായിട്ടുള്ള ആഖ്യാനങ്ങളിൽ നിന്നൊക്കെ മറികടന്നുകൊണ്ട് ഏറ്റവും സജീവമായ ഇടപെടലുകൾ സാധ്യമാകേണ്ട ഒന്നാണ് പരിസ്ഥിതി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ജലവിഭവം ഈ ഭൂമിയിൽ അതിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ഏറ്റവും കൃത്യമായി അതിനെ ഉപയോഗിച്ചില്ലെങ്കിൽ വരും ഭാവിയിൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതിതീവ്ര മഴയും അതുപോലെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളും ഏറെ അപകടങ്ങളാണ് നമുക്ക് മുമ്പിൽ വിളിച്ചു വരുത്തുന്നത്. അത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരം വിഭവങ്ങളെ കരുതലോടെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചെറിയ കുട്ടികളെ ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക അവബോധങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും കൃത്യമായ അവരുടെ ഒരു ബോധവൽക്കരണം എന്നുള്ളതിനപ്പുറത്തേക്ക് അവരുടെ ശീലങ്ങളിലേക്ക്, ഒരു ശീലവൽക്കരണത്തിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് മാത്രമാണ് പരിസ്ഥിതി സംരക്ഷണം നമുക്ക് സാധ്യമാകുന്നത്. ആ രൂപത്തിൽ കൃത്യമായ ആലോചനകളുടെ, അന്വേഷണങ്ങളുടെ, ശാസ്ത്രീയമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജലവും അതുപോലെ തന്നെ മണ്ണും വായുവുമെല്ലാം ഏറ്റവും കൃത്യമായി സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. എല്ലാ മതങ്ങളുടെയും അധ്യാപനങ്ങളിൽ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് നിരന്തരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജലം മലിനമാക്കുന്നത്, പരിസ്ഥിതിയിലെ മറ്റു വിഭവങ്ങളെ മലിനമാക്കുന്നത്, എല്ലാറ്റിനും അതികഠിനമായ ശിക്ഷകൾ പോലും മുന്നോട്ട് വെക്കുന്ന മതങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അതിനെയൊക്കെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഏറ്റവും കൃത്യമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്.